എന്ത് വൃത്തികേടും വിറ്റ് കാശാക്കുന്നവരാണ് യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ താരങ്ങളും. അതിന് സാധാരണക്കാരായ പെൺകുട്ടികളെപ്പോലും അവർ ഉപയോഗിക്കാറുണ്ട്. പ്രമുഖ വ്ളോഗർ മുകേഷ് എം നായർ റീൽസിൻ്റെ ഫോട്ടോഷൂട്ടിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് എന്താണ് കാട്ടിയതെന്നറിയണം. പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി അഭിനയിപ്പിച്ചുവെന്നും സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചുവെന്നുമുള്ള പരാതിയിൽ മുകേഷിനെതിരെ കോവളം പോലീസ് പോക്സോ കേസെടുത്തു. കടക്കൽ സ്വദേശിയായ 15-കാരിയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് പോലീസിൻ്റെ നടപടി. മുൻപ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തതിനും മുകേഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോവളത്തെ റിസോർട്ടിൽ വെച്ച് ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ഡേയുടെ ഭാഗമായാണ് റീൽസിന്റെ ചിത്രീകരണം നടന്നത്. സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രൊമോഷനായി ഫെബ്രുവരി 12-നായിരുന്നു ചിത്രീകരണം. 13-ന് വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നീടാണ് 15-കാരിയെ അർദ്ധനഗ്നയാക്കി റീൽ ചെയ്തു എന്നും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്നും പരാതി ഉയർന്നത്. ആദ്യം നൽകിയ പരാതിയിൽ ശരീരത്തിൽ സ്പർശിച്ചു എന്ന കാര്യം പറയാതെ പിന്നീട് മൊഴിയിൽ ഉൾപ്പെടുത്തിയതിലാണ് ഗൂഢാലോചന ആരോപിക്കപ്പെടുന്നത്. പെൺകുട്ടിക്ക് പ്രായം കുറവാണെന്ന് ചിലർ പറഞ്ഞതോടെ വീഡിയോ പിൻവലിച്ചു എന്ന് മുകേഷ് വ്യക്തമാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞ് പെൺകുട്ടി കടമായി പണം ചോദിച്ചെങ്കിലും അത് നൽകാൻ കഴിഞ്ഞില്ലെന്ന് മുകേഷ് പറയുന്നു. ഫെബ്രുവരി 12-ാം തീയതി ജാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുകയുണ്ടായി. ഈ കുട്ടിക്ക് 15 വയസ്സ് 16 വയസ്സാണെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു, വേറൊരു ആളയക്കുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ തന്നെ ബന്ധപ്പെടുന്നു. അപ്പോൾ കുട്ടി തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച വോയിസ് മെസ്സേജ് ഉണ്ട്, ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം, അതെല്ലാം ഞാൻ കോടതി സമർപ്പിക്കുന്നുണ്ട്. പരാതി കൊടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് കുട്ടി എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. അതിന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ആ സമയം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. പിന്നെ വേറൊരു ഇൻഫ്ലുവൻസറാണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമായി വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിന് എന്നോടുള്ള ഒരു വൈരാഗ്യമുണ്ട്. കാരണം കേരളത്തിൽ തന്നെ 1000-ലധികം ഇനോഗ്രേഷൻസ് പ്ലസ് 2500 ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് ഉള്ള ഒരാളാണ്. അപ്പം പലർക്കും അതിൽ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരാളല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ടീമുണ്ട്. ഇത്തരത്തിൽ ചിത്രീകരിച്ച റീൽസ് മുകേഷ് വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതിനെ തുടർന്ന് കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ചിത്രീകരണം നടന്ന സ്ഥലത്ത് 20-ലധികം പേർ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ അടക്കം മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനിടെ മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. മുൻപ് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തതിനും മുകേഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.